ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂർ നെല്ലിപ്പള്ളിയിൽ വാഹനാപകടം. കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച സംസ്കാരത്തിന് നാശമെന്ന് ചലച്ചിത്ര താരം സുരേഷ് ഗോപി. കൂട്ടുകുടുംബ സമ്പ്രദായം ഇല്ലാതായത് നഷ്ടമെന്നും സുരേഷ് ഗോപി. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വിമോചനയാത്രയ്ക്ക് വൻ സ്വീകരണമെന്ന് കുമ്മനം രാജശേഖരൻ. രാഷ്ട്രീയ മാറ്റത്തിന്റെ ലക്ഷ്യമാണ് ഇതെന്നും കുമ്മനം. വാർത്തകൾ വിശദമായി. കൂട്ടുകുടുംബവും കൂട്ടായ്മയും ഇല്ലാതായതിലൂടെ നമ്മുടെ തനത് സംസ്കാരവും പാരമ്പര്യവും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രശസ്ത ചലച്ചിത്ര താരം സുരേഷ് ഗോപി ഗോകുല സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അച്ഛനമ്മമാർ വേണം. ആ അച്ഛനമ്മമാരുടെ വീട്ടിൽ തന്നെ വസിക്കുന്ന പണ്ടത്തെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഒരുപാട് അമ്മമാന്മാര്, ചിറ്റപ്പന്മാര്, കുഞ്ഞമ്മമാര്, അപ്പച്ചിമാര്, ഒരുപാട് ചേച്ചിമാര്, ചേട്ടന്മാര്, അങ്ങനെ വലിയൊരു മനസമ്പത്ത് ഒരു കുടുംബത്തിലുണ്ടായി. നമുക്കിന്ന് അത് ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്ന അണുകുടുംബം എന്ന് പറയുന്ന ഒരു വളരെ വികൃതമായ കുടുംബ അന്തരീക്ഷത്തിലേക്ക് സമൂഹം മുഴുവൻ അങ്ങ് ഉദ്ധരിച്ച് വളർന്ന് ചെറുതായപ്പോൾ നമുക്ക് ആ സൗഖ്യങ്ങളും ആ സൗഭാഗ്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഗമങ്ങൾ തീർച്ചയായും കൂട്ടായ ചർച്ചയിലൂടെ ശരിയായ ദിശയിലേക്കുള്ള വഴികാട്ടിയായി മാറാൻ ഇങ്ങനെയുള്ള സംഗമങ്ങൾക്ക് ആരും. കമുകുംചേരി തിരുവിളങ്ങോനപ്പൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഗോകുല സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ജീവിത വീഥികളിൽ നഷ്ടപ്പെട്ടുപോയ സാംസ്കാരിക മൂല്യങ്ങളെ നേരായ പ്രവൃത്തികളിലൂടെ പുതുതലമുറയ്ക്ക് തിരികെ നേടാൻ കഴിയണമെന്നും നല്ല മനസ്സോടും ഒരുമയോടും സമൂഹത്തിനായി പ്രവർത്തിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു. ബാലഗോകുലം രക്ഷാധികാരി KR സന്തോഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം കുമാരി അനുശ്രീയെ ചടങ്ങിൽ സുരേഷ് ഗോപി പൊന്നാട അണിയിച്ച് അനുമോദിച്ചു.
ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ BJ രാജ്മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, കേച്ചേരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ S വേണുഗോപാൽ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ D മോഹനൻ, ലയൺസ് ക്ലബ് പുനലൂർ ഗ്രേറ്റർ സെക്രട്ടറി പ്രജിൽ പ്രസന്നകുമാർ, വാർഡ് മെമ്പർ കൃഷ്ണകുമാരി, MG രാഹുൽ, S ശ്രീലാൽ, വിഷ്ണു നിതിൻ, ജഗദീഷ്, S അഖിൽ, ഹരികുമാർ, മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. 3 മണിക്കൂർ നേരം മതപ്രഭാഷണം നടത്തി 14 വയസ്സുകാരി ശ്രദ്ധേയായി. ചവറ സ്വദേശിനി കുമാരി അഭിരാമി സുരേഷാണ് മതപ്രഭാഷണ രംഗത്ത് വിസ്മയമായത്. ഭഗവത്ഗീതാ ദർശനം എന്ന വിഷയത്തിൽ ചവറ സ്വദേശിനി കുമാരി അഭിരാമി സുരേഷാണ് ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചത്. ഭാരതത്തിൽ ജനിച്ചത് സുഹൃതാണെന്ന് പറഞ്ഞാല് ഒരുപക്ഷെ നമുക്ക് ദഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഭാരതത്തിൽ ജനിച്ചതിനേക്കാൾ വലിയൊരു സുഹൃതം നമുക്ക് വരാനില്ല. ആ ഒരർത്ഥം, ആ ഒരു മഹത്വം നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം, പഠിച്ചേ മതിയാകൂ. ഇതാണ് ഭാരതീയ സംസ്കാരം പഠിക്കുന്നത്. ഇനി ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഹൈന്ദവ സംസ്കാരം എന്താണെന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. കമുകുഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഗോകുല സംഗമം പരിപാടിയിലാണ് അഭിരാമി സുരേഷ് പ്രഭാഷണം നടത്തിയത്. ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങളും രാജ്യം നേരിടുന്ന ആനുകാലിക വിഷയങ്ങളും പരിഹാര മാർഗങ്ങളും തന്റെ പ്രഭാഷണത്തിൽ വിവരിച്ചുകൊണ്ട് കൊച്ചുമിടുക്കി ഏവരെയും അത്ഭുതപ്പെടുത്തി. പ്രശസ്ത സിനിമാ താരങ്ങളായ സുരേഷ് ഗോപി, അനുശ്രീ എന്നിവർ അഭിരാമി സുരേഷിനെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വരാനിരിക്കുന്ന മാറ്റത്തിന്റെ തെളിവാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വിമോചന യാത്രയ്ക്ക് ലഭിച്ച വൻ ജനപങ്കാളിത്തമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കടക്കലിൽ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടക്കൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെന്നാണ്. ആ കോട്ട കൊത്തളങ്ങളെല്ലാം തച്ചുടച്ച് ഇവിടെ പാവപ്പെട്ടവരും നിരാലംബരും നിർധനരും ഭൂരഹിതരും അധസ്ഥിതരുമൊക്കെയായി ഇവിടെ കഴിയുന്ന ഈ നാടിന്റെ മണ്ണിന്റെ മക്കൾ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചിലേറ്റിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. വിമോചന യാത്രയ്ക്ക് കടക്കലിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് കോൺഗ്രസും കൊലപാതക രാഷ്ട്രീയത്തിലൂടെ CPM-ഉം ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നും BJPക്ക് മാത്രമേ കേരള ജനതയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. LDF, UDF എന്നൊക്കെ പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. ഇനി അവർക്കിനി ഭരണം വീതം വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. LDF പോയാൽ UDF പോയാൽ LDF, രണ്ടുപേർ കൂട്ടരും ഇത് ഒരു ഒത്തുകളിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം രണ്ടുപേരുടെയും ലക്ഷ്യം പണം പിടുങ്ങുക എന്നുള്ളതാണ്. അഴിമതി നടത്തുക, കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുക. അതിന്റെ അപ്പുറത്ത് ഇവർക്ക് ആർക്കും ഒരു ലക്ഷ്യവുമില്ല. BJP ചടയമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് MR സുരേഷ് അധ്യക്ഷത വഹിച്ചു. BJP വക്താവ് BK ശാസ്ത്രി, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ KP ശ്രീശൻ, PM വേലായുധൻ, ജനറൽ സെക്രട്ടറിമാരായ MG രമേശ്, K സുരേന്ദ്രൻ, VK സജീവൻ, BJP നേതാക്കളായ ആയൂർ മുരളി, K സദാശിവൻ, S വിജയൻ, പുത്തയം ബിജു എന്നിവർ സംസാരിച്ചു. കോട്ടുക്കലിൽ നിന്നും എത്തിയ യാത്രയെ കടക്കൽ പഞ്ചായത്ത് ജംഗ്ഷനിൽ സ്വീകരിച്ചു. തുടർന്ന് വൻ ഘോഷയാത്രയോടെയാണ് മാർക്കറ്റ് ജംഗ്ഷനിലെ സമ്മേളന വേദിയിൽ എത്തിച്ചത്. ദേശീയ കൌൺസിൽ അംഗം K ശിവദാസ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. തെന്മല ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 6:45 ക്ഷേത്രം തന്ത്രി പെട്ടിക്കവല കോക്കുളത്തുമടം നാരായണൻ കൃഷ്ണന് ഭദ്രദീപം കൊടുക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഈ കഴിഞ്ഞ ഫെബ്രുവരി 5 ആരംഭിച്ച ഉത്സവാഘോഷങ്ങൾ ഫെബ്രുവരി 12 സമാപിക്കും. ക്ഷേത്രത്തിൽ ഉത്സവ ദിനങ്ങളിൽ ഭക്തരുടെ വഴിപാടായി ഉച്ചയ്ക്ക് അന്നദാനം നടന്നു വരുന്നു. അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നാഗപൂജയും ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനവും വൈകിട്ട് 7 വിശേഷാൽ ദീപാരാധനയും രാത്രി 8 മുതൽ ദൃശ്യകല അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസും രാത്രി 10 മണിക്ക് കൊല്ലം ചെമ്പരത്തി ക്രിയേഷൻസ് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടും ഉണ്ടാകും. വെള്ളിയാഴ്ച പൊങ്കാലയ്ക്ക് ശേഷം 10:30 നാരങ്ങ വിളക്ക്, ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം, ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ ആറാട്ട്, വൈകിട്ട് 7 വിശേഷാൽ ദീപാരാധന, രാത്രി 8 മത്സര ചെണ്ടമേളം, രാത്രി 10 മണിക്ക് പത്തനംതിട്ട സാരംഗ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. ഉത്സവ പരിപാടികളുടെ പൊങ്കാല മഹോത്സവത്തിലും എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ക്ഷേത്ര മേൽശാന്തി കണ്ണൻ പോറ്റി അറിയിച്ചു. തമിഴ് ദ്രാവിഡവും കേരള താന്ത്രികവും കൂടെ സമന്വയിപ്പിച്ചുള്ള പ്രത്യേക പൂജ സംവിധാനമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ മലയാള താന്ത്രിക പ്രകാരം ശ്രീ ശാന്ത ഭദ്രകാളിയാണ് ഇവിടെ ആചരിച്ചു വരുന്നത്. ക്ഷേത്രത്തിൽ ഉത്സവം ഇന്ന് വെള്ളിയാഴ്ച 8 ദിവസമായിട്ടാണ് ഉത്സവം. ഇന്ന് ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ്. ഇനി തുടർന്ന് എല്ലാ ദിവസങ്ങളിലും വിവിധ പൂജകളോടുകൂടി വളരെ മംഗളകരമായിട്ടുള്ള ഉത്സവ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ദിവസമായ ഫെബ്രുവരി 11, 12 വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും ശിവലി എഴുന്നള്ളത്ത് ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് വാർത്ത തെന്മല.
Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination. The school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning. Well-qualified teachers. Fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34. Managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ. ഭദ്രോത്സവം മാർച്ച് 4, 5, 6 തീയതികളിൽ. കെട്ടുകാഴ്ചകളും വൈദ്യുത ദീപാലങ്കാരവും സാംസ്കാരിക ഘോഷയാത്രയും ക്ഷേത്രകലാസന്ധ്യയും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 6 വരെ ഉത്സവ ദിവസങ്ങളിൽ വിവിധ സമ്മേളനങ്ങളും സെമിനാറുകളും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനം. കാർഷിക വ്യാവസായിക പ്രദർശനവും വിപണനവും ഫെബ്രുവരി 26 മുതൽ മാർച്ച്
മാർച്ച് 6 വരെ. ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ സാദരം കൊടുമുട്ടിലമ്മയുടെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പുനലൂർ BB എസ്റ്റേറ്റിന് മുന്നിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. പിന്നിൽ നിന്നും എത്തിയ ബൈക്ക് കാറിന് പിന്നിലിടിച്ച് മറിയുകയായിരുന്നു. അമിത വേഗതയിലായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കരവാളൂർ സ്വദേശികളായ റെജി വർഗീസ്, ജോർജ്, 4.5 വയസ്സുകാരനായ നിഹാൽ ജോൺ, ബൈക്ക് യാത്രക്കാരനായ ഷമീർ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. റെജി വർഗീസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷം. 2 സ്കൂൾ കുട്ടികളെ സാമൂഹ്യ വിരുദ്ധർ മർദ്ദിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് മദ്യപിച്ചെത്തിയ 3 അംഗ സംഘം സ്കൂൾ കുട്ടികളെ മർദ്ദിക്കുകയും പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്തത്. തുടർന്ന് അരമണിക്കൂറോളം സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. പുനലൂരിലെ ഒരു സ്വകാര്യ സ്കൂളിൽ പഠിക്കുന്ന 2 സ്കൂൾ കുട്ടികളെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. തുടർന്ന് പോലീസിനെ നാട്ടുകാർ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു. സാമൂഹ്യ വിരുദ്ധർ വൈകിട്ടോടെ ഇവിടെ തമ്പടിക്കുകയാണ് പതിവ്. നഗരസഭ നിയോഗിച്ചിട്ടുള്ള സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ ഉണ്ടെങ്കിലും ഇവരുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് മുന്നിലായിട്ട് പോലും പോലീസുകാർ ഇവിടേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമായ ഈ ഭാഗത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയും സെന്റ് തോമസ് സ്കൂളും ചേർന്നൊരുക്കുന്ന ഗ്രീൻ സിറ്റി പ്രൊജക്ടിന് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി MLA റോഡിൽ തണൽ വൃക്ഷങ്ങളും പൂച്ചെടികളും നട്ടുപിടിപ്പിച്ചു. പുനലൂർ നഗരസഭയും സെന്റ് തോമസ് സ്കൂളും ചേർന്നൊരുക്കുന്ന ഗ്രീൻ സിറ്റി പ്രോജക്ട് നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വലിയ ചൂടുള്ള ഒരു നാടാണ് പുനലൂർ. തീർച്ചയായിട്ടും നമുക്കൊക്കെ നമ്മുടെ ചെറിയ ക്യാൻവാസിൽ നിന്നുകൊണ്ട് പുനലൂരിൻ്റെ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുനലൂരിൽ അതിൻ്റെ ഗ്രീനറി സംരക്ഷിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പുനലൂരിനെ ഹരിതാഭമാക്കുക എന്ന് പറയുന്ന പരിപാടി വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ ബോധമാക്കി മാറ്റി ഒക്കെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇത് MLA റോഡിൽ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. ഇപ്പോൾ MLA റോഡിൻ്റെ പ്രത്യേകത, ഒന്ന്, നിർഭാഗ്യകരമായ ചില സാഹചര്യങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഒരു വിഭാഗം ജനങ്ങളിത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ വസ്തുതയാണ്. അപ്പോൾ ഒന്നേ, നമുക്ക് ഈ റോഡ് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ കഴിയും. 2, ഇവിടെ ഹരിതവൽക്കരിക്കുക എന്ന പരിപാടി നമുക്ക് ഇവിടുന്ന് ആരംഭിക്കാൻ കഴിയും. ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ, കൌൺസിലർമാരായ G. ജയപ്രകാശ്, ലളിതമ്മ, സ്കൂൾ മാനേജർ ജേക്കബ് തോമസ്, ഡയറക്ടർമാരായ GB ജേക്കബ്, VS തോമസ്, പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്സ് തുടങ്ങിയവരും സെന്റ് തോമസ് സ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിൽപ്പെട്ട ഗ്രേസിംഗ് ബ്ലോക്ക് പട്ടികജാതി കോളനിയിൽ താലൂക്ക് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ഭക്ഷ്യദാന വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങ് പുനലൂർ നഗരസഭാ അധ്യക്ഷൻ ശ്രീ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മരുന്നുകളുടെയും ഭക്ഷ്യധാന്യത്തിന്റെയും വിതരണം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിച്ചു. ആദിവാസി മേഖലയിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് ഗ്രേസിംഗ് ബ്ലോക്കിലെ കോളനിയിലും അതേപോലെ തന്നെ മണിയാർ കോളനിയിലുമാണ്. മണിയാർ ചേറ്റൂഴി കോളനിയിൽ ഇതേപോലെ തന്നെ ആളുകൾക്ക് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. പ്രത്യേകിച്ച് വെള്ളത്തിന്റെ ദൗർലഭ്യം അതൊരു പ്രശ്നം തന്നെയാണ്. കാര്യം പലപ്പോഴും വെള്ളം നമ്മൾ ശേഖരിച്ചു വെച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഈ ആദിവാസി ഊരുകളിൽ മെഡിക്കൽ ക്യാമ്പുകൾ, ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മെഡിക്കൽ ക്യാമ്പിന് പുനലൂർ ആയുർവേദ ആശുപത്രി ഡോക്ടർ MR മിനി നേതൃത്വം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജിനാഥ്, S. സുനിത ബാബു, ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആന്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ഫ്ലീഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. പുന്നല അമ്മൂമ്മ കൊട്ടാരത്തിൽ ഉച്ചാര അന്നദാന മഹോത്സവത്തിന് തുടക്കമായി. 10-ന് ഭക്തജനങ്ങൾ മകരപൊങ്കാല സമർപ്പിക്കും. 10-ന് രാവിലെ 6:10 പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല ഭദ്രദീപം തെളിയിച്ച് പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൊട്ടാരം തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ N നവനീത് കൃഷ്ണൻ പോറ്റി ഭണ്ഡാര അടുപ്പിൽ ഭദ്രദീപം തെളിയിക്കും. ഈ പുണ്യകർമ്മങ്ങളിൽ തലമെഴുത്തുപാട്ടും അന്നദാനവും നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കൊട്ടാര ഭരണസമിതിയുമായി ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആണ്ടത്തോറും നടത്തി വരാറുള്ള ഉച്ചാര അന്നദാന മകരപ്പൊങ്കാല മഹോത്സവം 2016 ഫെബ്രുവരി 9, 10, 11 എന്നീ തീയതിയിൽ നടത്തപ്പെടുകയാണ്. ഇതിൽ അന്നദാനം, കളമെഴുത്തും പാട്ടും മറ്റു പൂജാതി കർമ്മങ്ങളിലും എല്ലാ ഭക്തരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് തന്നെ ആചാരവഴികളോടുകൂടി കൊട്ടാര സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ഉച്ചയ്ക്ക് രാവിലെ ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് 1 മണിക്ക് അന്നദാനം, 11 മണിക്ക് കളമെഴുത്തും പാട്ടും, ബുധനാഴ്ച ദിവസം രാവിലെ 6:10 പൊങ്കാല മഹോത്സവം, വ്യാഴാഴ്ച 8 മലകൾക്കുമുള്ള പൂജാതി കർമ്മങ്ങളും അന്നദാനവും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ നെല്ലിപ്പള്ളിയിൽ വാഹനാപകടം, കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. കുടുംബ ബന്ധങ്ങളുടെ തകർച്ച സംസ്കാരത്തിന് നാശമെന്ന് ചലച്ചിത്ര താരം സുരേഷ് ഗോപി. കൂട്ടുകുടുംബ സമ്പ്രദായം ഇല്ലാതായത് നഷ്ടമെന്നും സുരേഷ് ഗോപി. കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ വിമോചനയാത്രയ്ക്ക് വൻ സ്വീകരണമെന്ന് കുമ്മനം രാജശേഖരൻ. രാഷ്ട്രീയ മാറ്റത്തിന്റെ ലക്ഷ്യമാണ് ഇതെന്നും കുമ്മനം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ ഇടിമണിക്കൽ ജുവലറി, പുനലൂർ കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ്, പുനലൂർ ശങ്കർ സായി ഹോസ്പിറ്റൽ, പുനലൂർ.